ദർശനയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് പുതുശ്ശേരി അച്ഛ, വൈസ് പ്രിൻസിപ്പൽ ഓഫ് കോട്ടയം സെൻട്രലിന്റെ സെക്രട്ടറി ബഹുമാനായ ജോബി ജോർജ്, ട്രഷറർ സ്നേഹത്തോടുകൂടി ഞങ്ങൾ വിളിക്കുന്ന വൈസ്മാൻ കൊച്ചുമാൻ, വൈസ്മെൻസിന്റെ സഹപ്രവർത്തകരെ, പ്രിയ കുഞ്ഞനിയന്മാരെ, അനിയത്തിമാർ, ഈ നേതൃത്വ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുക. അമേരിക്കയിൽ വലിയൊരു എക്സിബിഷൻ നടക്കുക. ഈ എക്സിബിഷന്റെ ഒരു സൈഡിൽ ഒരു ചെറിയ സെയിൽസ് കൗണ്ടർ, ചോറുകൾ ഇങ്ങനെ സെയിൽസിന് വെച്ചിരിക്കുക. ഈ കഥയിൽ പറയുന്നത് നമുക്ക് ഏത് രാജ്യത്തെ ആളെ പോലെ ആവണമെങ്കിൽ ആ രാജ്യത്തെ തലച്ചോറ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ആ രാജ്യത്തെ ആളെ പോലെയായി മാറും. എനിക്ക് അമേരിക്കക്കാരനെ പോലെ ആവണമെങ്കിൽ, ജർമ്മൻകാരനെ പോലെ ആവണമെങ്കിൽ ആ രാജ്യക്കാരുടെ തലച്ചോറുകൾ ഇങ്ങനെ വെച്ചിരിക്കുക. ഓരോന്നിനും വില കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗത്ത് ഇന്ത്യക്കാരുടെ തലച്ചോറും ഇങ്ങനെ വെച്ചിരിക്കുക, പന്നിക്കകത്താക്കി വെച്ചിരിക്കുക. ആളുകളെല്ലാം ഇങ്ങനെ കടന്നു പോകുന്നു. ഇന്ത്യക്കാരുടെ തലച്ചോറിന് മുന്നിലാവുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഞെട്ടലാണ്, വിറയലാണ്. എല്ലാ രാജ്യക്കാരെക്കാളും ഏറ്റവും കൂടുതൽ വില കൊടുത്തിരിക്കുന്നത് ഇന്ത്യക്കാരുടെ തലച്ചോറിന്. അമേരിക്കക്കാരുടെ തലച്ചോറിന് $50, ജർമ്മൻകാരുടെ തലച്ചോറിന് $40, ഇന്ത്യക്കാരുടെ തലച്ചോറിന് $500. ഭയങ്കര വില. ഒരാളുകൾക്കെല്ലാം ഭയങ്കര അതിശയം. ഇതെന്തേ ഇന്ത്യക്കാരുടെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ വില? എന്റെ സംഘാടകരെ വിളിച്ചു, എന്താണ് ഇതിന് കാരണം? അവര് പറഞ്ഞു, ഇത് ഫ്രഷ് സാധനമാണ്, ഇത് അധികം ഉപയോഗിക്കാത്ത തലച്ചോറാണ്, അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മളെ പറ്റിയുള്ള ഒരു വലിയ പരാതി, നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും നമ്മുടെ കഴിവുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ പറ്റിയുള്ള ഒരു പരാതി. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒരു തീരുമാനമെടുക്കുക. എനിക്ക് ഈശ്വരൻ പലതരത്തിലുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്, ഈ കഴിവുകൾ ഞാൻ പൂർണ്ണമായിട്ട് ഉപയോഗിക്കും എന്നൊരു തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുള്ളമുട്ടിലൂറും. അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചൊല്ലുകാരാ. നിയന്ത്രിക്കാനും മനസ്സിലാക്കാനും കഴിയുക, മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയുക, കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. ഓക്കെ, എല്ലാത്തിലും മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മറ്റുള്ളൊരു പെണ്ണും അവളൊടി കണ്ണും ഒഴിയു ഞാനാടും നീരാവില്ലൊരു നാളിൽ നീ നല്ലൊരു ഇതുപോലെ സുഖമറിയുന്നൊരു കാലം. ഒരു നല്ല ലീഡർക്ക് വേണ്ട ഒരു ക്വാളിറ്റി. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഞാൻ ആരെക്കാളും വലിയ ആളൊന്നുമല്ല, ഞാൻ ആരെക്കാളും ചെറിയ ആളൊന്നുമല്ല, ഞാൻ ആരെ പോലെയല്ല, പട്ടയം കേട്ടില്ല. ഈ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ സ്പെഷ്യൽ എന്ന് പറയാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളിലെ ഒരു ക്വാളിറ്റി നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഐ ആം സ്പെഷ്യൽ ബിക്കോസ് ഞാൻ സ്പെഷ്യലാണ്, കാരണം എനിക്ക് ഇന്ന ഗുണമുണ്ട്, ഇന്ന കഴിവുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളിന്റെ ഒരു ക്വാളിറ്റി. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും സന്തോഷത്തോടുകൂടി ധൈര്യത്തോടുകൂടി ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഒരു ലീഡർ എന്ന രീതിയിൽ നിങ്ങൾ നാളെ സ്കൂളിൽ നിങ്ങളുടെ പ്രിൻസിപ്പൾ പറയാണ്, ഈ സ്കൂളിൽ നിന്ന് ഒരു 5 വോളണ്ടിയേഴ്സ് ഇന്ന കാര്യം ഒന്നും ചെയ്യാൻ തയ്യാറായി വരണം എന്ന് പറയുമ്പോൾ യെസ് ഐ ആം റെഡി എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാനായിട്ട് കഴിയുക. ഏത് ഉത്തരവാദിത്തങ്ങൾ നല്ല കാര്യമാവും. ഒരു 5 പേരെ തിരുവനന്തപുരത്ത് ഒരു ക്യാമ്പിന് പോകാനായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ആരുണ്ട്? യെസ് ഐ ആം റെഡി. നാളെ ആരാ ഇവിടേക്ക് ഈ സ്കൂൾ പരിസരം ഒന്ന് വൃത്തിയാക്കാൻ ഒരു 10 വോളണ്ടിയേഴ്സ് വേണം. യെസ് റെഡി. നല്ലതാവാം, അല്പം റിസ്ക് ഉള്ളതാവാം, പ്രയാസമുള്ളതാവാം, എന്തുമായിക്കോട്ടെ, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടത്. മൂന്ന് പറയുന്നത് ആരാ? രണ്ടാമത് പറയുന്ന ആരാ? ഒന്ന് അതിന് പറയും. മൈക്കിലോട്ട്
നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം സന്തോഷത്തോടു കൂടിയും ധൈര്യത്തോടു കൂടിയും അത് ചെയ്ത് തീർക്കണം. അതിന് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, പേരെന്താ? ഞാൻ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഗ്രൂപ്പിന് അവസാനം സമ്മാനമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഗ്രൂപ്പിൽ നിന്ന് തെറ്റോ ശരിയോ ആരെങ്കിലും എഴുന്നേറ്റ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ ഗ്രൂപ്പിനെല്ലാം മാർക്കാം. അതുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കാം. 3 പറയുന്നത് ബ്രോഡ്കാസ്റ്റ് ഗുഡ് ന്യൂസ്. ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ റേഡിയോയോ ടിവിയോ ഓൺ ചെയ്താൽ എപ്പോഴും മറ്റുള്ളവരെ പറ്റി, ക്ലാസ്സിലുള്ളവരെ പറ്റി, സ്കൂളിലുള്ളവരെ പറ്റി, നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെ പറ്റി നല്ലത് പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ റേഡിയോയിൽ നിന്നും നിങ്ങളുടെ സ്റ്റേഷനിൽ നിന്നും എപ്പോഴും മറ്റുള്ളവരെ പറ്റി നല്ലത് മാത്രം പങ്കുവെക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരാ പറയുന്നത്? എപ്പോഴും നല്ലത് മൈക്കിലുണ്ട്. നമ്മൾ മറ്റുള്ളവരെ പറ്റി എപ്പോഴും നല്ലത് പറയാനായിട്ട് ശ്രമിക്കുക. പേരെന്താ? ഹരീഷ്. എല്ലാവരും ഒന്ന് കൈ അടിക്കുക. ഏത് ഗ്രൂപ്പാ? നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ഇരിക്കാമോ? എന്തെങ്കിലും ആവശ്യം എഴുതാൻ? എന്റെ പേര് അക്കു എന്നാണ്. ഞാൻ സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുന്നു. മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരം താ വൃന്ദവനന്ദ മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരം താ വൃന്ദവനന്ദ വെണ്ണയുണ്ടവായ മണിയുണ്ടവായ വെണ്ണയുണ്ട കാതിൽ നൊയ്ത് മരുந்தாகவா മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരം താ വൃന്ദവനന്ദ என்ன செய்ய நானும் தூப்பாவிதாள் குன்றுகைகளாட்டி வைப்போ நூல் பாவிதாள் മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരം താ വൃന്ദവനന്ദ. നിങ്ങളെ പറഞ്ഞുവിട്ട എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ പ്രത്യേകം അനുമോദിക്കുന്നു. നിങ്ങളുടെ കുടുംബസമേതം ഇത്ര അധികം പുസ്തകങ്ങളുള്ള, ഇത്ര നന്നായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമേള നിങ്ങൾക്ക് എവിടെ ചെന്നാലും കാണില്ല. അതുകൊണ്ട് നിങ്ങളുടെ പേരൻസുമായിട്ട് ഏതെങ്കിലും സമയത്ത് ഇവിടെ എല്ലാ ബുക്ക് സ്റ്റാളിലും വന്നിട്ട് പുസ്തകങ്ങൾ കാണണം, നല്ല പുസ്തകങ്ങൾ വാങ്ങണം, വായിക്കണം. അങ്ങനെ ഒരു നല്ല വായനാശീലം വളർത്താനായിട്ട് നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കുന്നത്. നിങ്ങളെ പറഞ്ഞു വിട്ട ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട നിങ്ങളുടെ അധ്യാപകർക്കും നിങ്ങളുടെ സ്കൂളിലെ മറ്റ് അധികാരികൾക്കുമാണ്. അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും നേരം വളരെ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ച നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി.